തൃശൂർ കൊടകരയിൽ തകർന്ന കെട്ടിടത്തിൽ കുടുങ്ങിയ 3 പേരിൽ 2 പേർ മരിച്ചു. ബംഗാൾ സ്വദേശികളായ രൂപേൽ, രാഹുൽ എന്നിവരാണ് മരിച്ചത്. കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് 17 പേരാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. 40 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, ഒരാളെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. ഏത് വിധത്തിലാണ് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ? അവസാനം ലഭിക്കുന്ന വിവരം മൂന്നാമത്തെ ആളെയും ആലിമിനെയും കണ്ടെത്തി എന്നുള്ളതാണ്. തെരച്ചിൽ 3 പേർക്കായി നടത്തിയ തെരച്ചിൽ പൂർത്തിയായിരിക്കുന്നു. മൂന്നാമത്തെ ആളെയും കണ്ടെത്തി. നേരത്തെ അപകടത്തിൽപ്പെട്ട 2 പേരെ പുറത്തെത്തിച്ചു ആശുപത്രിയിൽ എത്തിക്കുകയും 2 പേർ മരണപ്പെടുകയും ചെയ്തു. ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ബംഗാൾ സ്വദേശികളായിട്ടുള്ള രൂപേൽ, രാഹുൽ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. പക്ഷെ 2 പേരും മരണപ്പെടുകയും ചെയ്തു. മൂന്നാമത്തെ ആള് ആലിമിന് വേണ്ടിയായിരുന്നു 2 മണിക്കൂറിലേറെ നീണ്ടുനിന്ന തിരച്ചിൽ നടന്നത്. ഈ മൂന്നാമത്തെ ആളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനാകും വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു. മൂന്നാമത്തെ ആളെ കൂടി പുറത്തെത്തിച്ച് ചികിത്സ നൽകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം ഈ അപകടമുണ്ടായി ഏകദേശം മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കാനായതും തുടർന്ന് രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാനായതും. 2 പേരെ പുറത്തെത്തിച്ചപ്പോഴും ഒരാൾക്ക് നേരിയ ചലനമുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. രാഹുലിനെ ലെവിൻ, ഇപ്പോൾ വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ 17 പേർ താമസിച്ച കെട്ടിടമാണ്. അപ്പോൾ അവർ ഈ സമയത്ത്, അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഇവര് അതിരാവിലെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. ഇതിൽ 14 പേരും ജോലിക്ക് പോയി എന്ന് തന്നെയാണ് അറിഞ്ഞിട്ടുള്ളത്. അതിരാവിലെ പുലർച്ചെ എഴുന്നേറ്റ് മറ്റുള്ളവർ ആഹാരമടക്കം പാകം ചെയ്ത് ജോലിക്ക് പോയിട്ടുണ്ട്. മറ്റ് ശേഷിക്കുന്ന 3 പേരായിരുന്നു ഇവിടെ തങ്ങിയിരുന്നത്. അവർ 3 പേരുമാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും 3 ആളുകളെയും കണ്ടെത്തി. 2 പേർ മരണപ്പെട്ടു. ഒരാളെ അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ കണ്ടെത്തിയത്. അയാളെ പുറത്തെത്തിച്ച് ആശുപത്രിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജീവനോടുകൂടി തന്നെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷ, നേരിയ പ്രതീക്ഷയാണെങ്കിൽ പോലും രക്ഷാപ്രവർത്തകർക്കും മറ്റുമുണ്ട്. ഏതായാലും മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ അവസാനിച്ചിരിക്കുന്നു. ഈ കെട്ടിടാവശിഷ്ടങ്ങൾ ക്കിടയിൽ നിന്നുമാണ് 3 പേരെയും കണ്ടെത്തിയത്. 2 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളായ ബംഗാൾ സ്വദേശികളായിട്ടുള്ള രൂപലും രാഹുലുമാണ് മരിച്ചത്. മൂന്നാമത്തെയാൾ ആലിമിനെ അല്പസമയങ്ങൾക്ക് മുൻപാണ് പുറത്തെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചും ആശങ്കകൾ ഏറെയാണ്. ഇദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രമാകും അത് ഫലവത്താകുക എന്നുള്ളതാണ് ആശങ്കയായി തുടരുന്നത്. അതിദാരുണമായ സംഭവം. 3 തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ, കെട്ടിടത്തിന് ഉള്ളിൽ കുടുങ്ങി നിന്ന 3 പേർ, അവർ 3 പേരെയും രക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്ത് നമ്മൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് എത്തിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ ദാരുണമായ സംഭവം, അപകടം നടന്ന് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചു. അതിനുശേഷം ഇവരെ ആശുപത്രിയിലേക്ക് അടക്കം മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മൂന്നാമത്തെ ആളുടെ ശരീരവും ഇപ്പോൾ കണ്ടെത്താനായി തിരച്ചിൽ നടക്കുന്നു. ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ സജ്ജമാണ്. ആവശ്യങ്ങളിൽ നിന്നും ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആംബുലൻസുകൾ അടക്കം സജ്ജമായി ഇവിടെ നിന്നും നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമാണെങ്കിൽ കാണാം. അദ്ദേഹത്തെ പുറത്തെത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആൾക്കൂട്ടം തന്നെ ഈ അപകടം നടന്നു പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഇദ്ദേഹത്തെ പുറത്തെത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയമാണ്. ലെവിൻ കെ വിജയനാണ് അവിടെ നിന്ന് നമുക്കൊപ്പം വിവരങ്ങൾ ചേരുന്നത്. തൃശൂർ കൊടകരയിലാണ് ഇപ്പോൾ കെട്ടിടം തകർന്നു വീണ് 2 പേർക്ക് ദാരുണമായ അന്ത്യം ഉണ്ടായിരിക്കുന്നത്. കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായി പോയി കിടന്ന ഒരാളെ കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ലെവിൻ ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റും.
നേരത്തെ അപകടത്തിൽ പരിക്കേറ്റ 2 പേരുടെയും ജീവൻ നഷ്ടമായിരുന്നു. 17 പേർ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള 17 പേർ താമസിച്ചിരുന്ന ഒരു കെട്ടിടമാണ് ശക്തമായ മഴയത്ത് നിലം പൊത്തിയത്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനാകും. ആ കെട്ടിടം അത്രത്തോളം കാലപ്പഴക്കം ചെന്നൊരു കെട്ടിടമാണ്. ഒരു ഭാഗത്ത് അവർ കിടന്നുറങ്ങിയിരുന്ന മുറി എന്ന് കരുതാവുന്ന മുറി കാണുന്നുണ്ട്. അവരുടെ വസ്ത്രങ്ങൾ, തോർത്തുൾപ്പെടെയുള്ളവ വിരിച്ചിട്ടിരിക്കുന്നത് കാണാം. അങ്ങനെ സ്വസ്ഥമായി കിടന്നുറങ്ങിയ 3 പേരിൽ 2 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്.